നമുക്ക് എന്തായാലും വടക്കൻ ജില്ലകളിലേക്ക് വന്നാൽ എത്ര അടച്ചാലും വീണ്ടും കുഴികൾ രൂപപ്പെട്ട് ഗതാഗത കുരുക്കുണ്ടാകുന്ന ജംഗ്ഷനാണ് കോഴിക്കോട് വയനാട് ദേശീയപാതയിലെ കാരന്തൂർ ജംഗ്ഷൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്ന പ്രധാന ജംഗ്ഷനിലെ തകർച്ചയ്ക്ക് ശാശ്വത പരിഹാരം കാണാനും അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. സിനോജ് തോമസ് ചേരുന്നു. സിനോജ്, ആശുപത്രിയിലേക്കൊക്കെ പോകുന്ന രോഗികളുടെ കാര്യം ആലോചിച്ച് നോക്കൂ. ഈ റോഡിലെ കുഴിയിൽ വീണ് മറ്റെന്തെങ്കിലും രോഗം വന്ന് അവിടെ എത്തേണ്ട ഒരു അവസ്ഥ അല്ലേ? റോഷനി, തീർച്ചയായിട്ടും കുഴി ഉണ്ടാകുന്നു, അത് അടയ്ക്കുന്നു, വീണ്ടും കുഴി ഉണ്ടാകുന്നു, അത് അടയ്ക്കുന്നു. അങ്ങനെ കുഴി അടയ്ക്കൽ തുടങ്ങിയിട്ട് വർഷങ്ങളായിരിക്കുന്നു. ഞാൻ ആ സ്ഥലത്ത് തന്നെയാണുള്ളത്. നോക്കൂ, കഴിഞ്ഞ ദിവസം അടച്ച കാരന്തൂർ ജംഗ്ഷനിലെ കുഴിയാണ്. ആ കുഴി വീണ്ടും അതേപോലെ തന്നെ വന്നിരിക്കുന്നു. ആ കോറി വേസ്റ്റ് ഇട്ടാണ് അടച്ചത്. ആ കോറി വേസ്റ്റ് മുഴുവൻ ഇളകിപ്പോയി. ഇപ്പോൾ വലിയ കുഴികൾ രൂപപ്പെട്ട് അതിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നു. വാഹനങ്ങൾ വന്ന് ഇന്നിപ്പോൾ അവധി ദിവസം ആയതുകൊണ്ടാണ് വലിയ തിരക്കില്ലാത്തത്. സാധാരണ ഓഫീസ് ടൈമിലാണെങ്കിൽ വലിയ ഗതാഗത കുരുക്കിന് ഈ കുഴികൾ കാരണമാകാറുണ്ട്. അതായത് മെഡിക്കൽ കോളേജ് വഴിയാണ് എല്ലാ സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നത്. ബസ് ഉൾപ്പെടെ ഇവിടെ നിന്നാണ് മെഡിക്കൽ കോളേജിലേക്ക് തിരിഞ്ഞു പോകുന്നത്. അങ്ങനെ വലിയൊരു ജംഗ്ഷനാണ്, ഗതാഗത കുരുക്കിന് കാരണമാകുന്ന ഒരു ജംഗ്ഷൻ കൂടിയാണ്. ചേട്ടാ, കുറേ കാലമല്ലേ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? എത്ര കാലമായി? കുന്നമംഗലം പഞ്ചായത്ത് ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കാരന്തൂർ. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് തിരിയുന്ന ഭാഗത്താണ് ഈ പ്രദേശത്ത് ഈ കുണ്ടും കുഴിയുമായിട്ട് വാഹനങ്ങൾ എപ്പോഴും ഏത് സമയത്തും ഇവിടെ ബ്ലോക്കാവലാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ കുഴി ഇപ്പോഴും കാണാൻ കൊല്ലം അടയ്ക്കും, വീണ്ടും കുഴിയാവും. പിന്നെ ഇത് വേണമെങ്കിൽ ശരിക്ക് ഇൻ്റർലോക്ക് കട്ടയിട്ട് ശരിയാക്കി എടുക്കേണ്ടതാണ്. ഇവിടെ ഈ പ്രദേശം വല്ലാത്തൊരു പ്രദേശമാണ്. വളരെ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു റോഡ് കൂടിയാണ്. ഇന്റർലോക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ MLA ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്റർലോക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു? അതെ, MLA ഏകദേശം 2020 കാലഘട്ടത്തിൽ ഇവിടെ MLA പ്രഖ്യാപിച്ചത് ഇന്റർലോക്ക് ചെയ്യാം, അതിന് വേണ്ടി ഫണ്ട് വരെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇവിടെ MLAക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് PWD ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്നു. നമ്മളെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ ആണ് ഇവിടെ മണ്ണിട്ട് നിരത്തി, ചെറിയ കോറി വേസ്റ്റ് ഇട്ട് നിരത്തിപ്പോയി. അങ്ങനെ പോയി. പക്ഷേ നിങ്ങൾ നോക്കൂ, 2 ദിവസമായിട്ടില്ല ഈ കുഴി വലുതായി. നാളെ ഇതിനെക്കാട്ടും വലിയ കുഴിയാവും. നമ്മളെ വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആംബുലൻസുമായിട്ട് വരുന്ന രോഗികൾ ഈ കുഴി താണ്ടിയിട്ട് വേണം മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ. അതുപോലെ തന്നെ ഒരുപാട് ആക്സിഡൻറ്റുകൾ സാധ്യതയുള്ള ഒരു കുഴി കൂടിയാണ്. ആളുകൾ വണ്ടി ഓടിക്കുമ്പോൾ വളരെയധികം പേടിയോടെയാണ് വണ്ടി ഓടിക്കുന്നത്. അത് ഗതാഗത കുരുക്കിന് വളരെയധികം സാധ്യതയുണ്ട്. ഗതാഗത കുരുക്ക് നിങ്ങളിപ്പോൾ നോക്കിയാൽ കാണാം, നല്ല ഗതാഗത കുരുക്കുണ്ട്. ഈ റോഡ് തീരെ വീതിയില്ല. ഈ റോഡ് വീതി കൂടാൻ വേണ്ടി ഫണ്ടൊക്കെ അനുവദിച്ച് കിഫ്ബിയിൽ വെച്ചിട്ടുണ്ടെങ്കിലും കൂടി അതിനും ഒരു പുരോഗതിയും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. വല്ലാത്തൊരു ചളിക്കുളമാണ് നമ്മുടെ കാരന്തൂരിലെ ഈ ജംഗ്ഷൻ. അതാണ് ഈ നാട്ടിൽ ഇപ്പോഴും എന്നും ഇതൊരു സ്ഥിതിയാണ്. ഇതിന് ഒരു പരിഹാരം കാണാൻ സർക്കാരിനോ ഇവിടെ PWD ഉദ്യോഗസ്ഥർക്കോ ആർക്കും ഇതുവരെ ഒന്നും സാധിച്ചില്ല. ഇതിപ്പോഴേ പുറമേ നിന്ന് വരുന്ന ആളുകൾക്ക് കുഴിയുടെ ആഴം അറിയില്ലല്ലോ, വെള്ളം കെട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് അതും ഒരു ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട്. ആഴം അറിയാത്തതുകൊണ്ട് അവർ ഈ കുഴി വഴി ഇറങ്ങണോ അത് മാറിപ്പോകണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഒരു കുരുക്കുണ്ടാകാൻ കാരണമെന്ന് തോന്നുന്നത്. അതെ, അതായത് ഒരാൾ വരുമ്പോൾ അയാളെ വണ്ടി ബ്രേക്ക് ചവിട്ടി അതിന്റെ കുഴി എടുത്ത് അങ്ങനെ വരുമ്പോൾ വണ്ടി സ്ലോ ആവും. അപ്പൊ നമ്മൾ നോക്കിയാൽ കാണാം, ഇപ്പൊ സ്ലോ ആയി. തീർച്ചയായും മനസ്സിലാവുന്നതാണ് സിനോജ്. ആ പ്രതികരണങ്ങളിൽ നിന്നും ആ ദൃശ്യങ്ങൾ മാത്രം മതി. പാതാള കുഴികൾ എന്ന് പറയാവുന്ന കുഴികളാണ് അടുത്തടുത്തുള്ളത്.